ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിലെ 3-ാം ഞായറാഴ്ച, മാർച്ച് മാസത്തെ ആദ്യ ഞായറാഴ്ച. നമുക്ക് ധ്യാനിക്കുവാൻ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനമാണ്. യേശു കപർന്നഹൂമിലെ ഭവനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി വലിയൊരു ജനസമൂഹം ആ വീട്ടിൽ തടിച്ചുകൂടി. എന്നാൽ 4 ആൾ അപ്പോൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുകയും അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പക്ഷവാതക്കാരന് സൗഖ്യം കൊടുക്കുകയും ചെയ്ത സംഭവ വിവരണമാണ് നമ്മുടെ എവൻഗേലിയോനിൽ നാം വായിക്കുന്നത്. മാർച്ച് മാസത്തിലെ പൊതുവെയുള്ള ധ്യാനങ്ങളെല്ലാം വിശ്വാസ സമൂഹത്തിൻ്റെ നിയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉൾക്കൊള്ളാനുള്ള വിളി, പരസ്പരം താങ്ങുന്നതിനുള്ള വിളി, കൃപയുടെ സാക്ഷാത്കാരത്തിനായിട്ടുള്ള വിളി എന്നൊക്കെ ഓരോ ഞായറാഴ്ചത്തേക്കുമുള്ള ധ്യാന വിഷയങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. മാർച്ച് 1-ാം ഞായറാഴ്ച നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം പരസ്പരം താങ്ങുന്നതിനുള്ള ക്രിസ്തീയ നിയോഗം, വിളി എന്നുള്ളതാണ്. മനുഷ്യരെന്നും സാമൂഹിക ജീവികളാണ്. ഒറ്റപ്പെടലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പുരാതന കാലങ്ങളിൽ ശിക്ഷാക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായി വിചാരിക്കപ്പെട്ടിരുന്ന ഒന്ന് നാടുകടത്തൽ എന്നുള്ളതായിരുന്നു. നാടുകടത്തപ്പെട്ട ആ മനുഷ്യന് സമൂഹ ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവനുണ്ടാവുന്ന വല്ലാത്ത ദുഃഖം വളരെ വലുതാണല്ലോ. രോഗം കാരണവും ശാരീരിക വൈഷമ്യങ്ങൾ കാരണവും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെയും കൂടെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ നിയോഗം ദൈവം വിശ്വാസ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ സൗഖ്യമാക്കുന്നത് ഒരു പ്രധാന ശുശ്രൂഷയായിരുന്നു. ആ സൗഖ്യമാക്കലിലൂടെ കർത്താവ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയിരുന്നവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് നാം എല്ലായ്പ്പോഴും കാണുന്നുണ്ട്. ഇവിടെ 4 ആൾ ചുമന്ന ഒരു പക്ഷവാതക്കാരനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ കർത്താവ് ആ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷവാതക്കാരന് സൗഖ്യം നൽകി എന്നാണ് നാം വായിക്കുന്നത്. ഈ 4 ആളിനെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി നമുക്ക് കാണാം. അവർ പക്ഷവാത രോഗിയെക്കുറിച്ച് കരുതലുള്ളവരായിരുന്നു. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുവരുവാനുള്ള താല്പര്യമുള്ളവരായിരുന്നു. അതിനുവേണ്ടി അവർ ഒരു മനസ്സുള്ളവരായി തീർന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തടസ്സങ്ങളെ അവർ മറികടന്നു. നമുക്ക് ഈ സമൂഹത്തെക്കുറിച്ച്, 4 ആളിനെക്കുറിച്ച്, അവരൊരു കെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു, അവരൊരു ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു, അവരൊരു ബെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു, അവരൊരു ഹീലിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നൊക്കെ പറയുവാനായി സാധിക്കും. ഈ 4 ആളുകൾ നമുക്ക് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ഉൾക്കാഴ്ചകളാണ്. 3 പ്രധാന ഉൾക്കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആരോഗ്യവും അനുകൂല സാഹചര്യങ്ങളും ഉടമ്പടിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സന്ദർഭങ്ങളായി കരുതുന്നതാണ് ആവശ്യം. ഇന്നത്തെ 1-ാം പാഠം 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. അവിടെ നാം വായിക്കുന്നത് യോനാഥാനും ദാവീദും തമ്മിലുണ്ടാക്കിയിരുന്ന ഒരു ഉടമ്പടിയുടെ നിറവേറലിനു വേണ്ടി അധികാരത്തിലെത്തിയ ദാവീദ് താൻ യോനാഥാൻ നിമിത്തം കരുണ കാണിക്കേണ്ടതിന് യോനാഥാന്റെ ഭവനത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് 2 കാലും മുടന്തനായ മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നും ആ ആള് മറ്റൊരാളിൻ്റെ സംരക്ഷണയിൽ കഴിയുകയാണ് എന്നുമൊക്കെ മനസ്സിലാക്കുന്നത്. മെഫീബോശത്തിനെ വരുത്തുകയും മെഫീബോശത്തിന് രാജകീയമായ പദവി നൽകി, രാജകീയ ഭോജനം നൽകി, രാജകീയ മേശയിൽ രാജകുമാരനായി പാർക്കുന്നതിനുള്ള അവകാശം ദാവീദ് നൽകിക്കൊടുത്തു. അത് യോനാഥാനുമായി തനിക്കുണ്ടായിരുന്ന ഉടമ്പടിയുടെ ഒരു പ്രതിഫലനമായിട്ടാണ്. ആരോഗ്യവും
അനുകൂല സാഹചര്യങ്ങളും അധികാരവുമൊക്കെയുള്ള വിശ്വാസ സമൂഹം ഉടമ്പടിയുടെ ബന്ധങ്ങളെ, ഉടമ്പടിയുടെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നാം സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം എല്ലാവരും കർത്തൃശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും പരസ്പരം അവയവങ്ങളാണ്. ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുവന്നാൽ മറ്റ് അവയവങ്ങളും അതുപോലെ അതിൻ്റെ ദുഃഖം പങ്കിടുകയാണ്. അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ മക്കൾ എന്നുള്ള ആ ഉടമ്പടിയുടെ ഏറ്റവും മനോഹരമായ ഒരാവിഷ്കാരമാണ് പരസ്പരം കരുതുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. പ്രിയരെ, നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ ധ്യാനം പരസ്പരം കരുതുന്നതിനുള്ള സന്ദർഭം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് എന്നോർക്കാം. ഇന്ന് ആരോഗ്യവും നമുക്ക് സാമൂഹ്യ പദവികളും നമുക്ക് ചലിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളപ്പോൾ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരെ കരുതുന്നത് ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്. ദൈവബന്ധത്തിലുള്ള നമ്മുടെ ഉടമ്പടി പൂർത്തീകരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന നോമ്പുകാലമായി ഈ നോമ്പുകാലം തീരേണ്ടതുണ്ട്. ആ ക്രിസ്തീയ ചര്യയിലുള്ള ഒരഭ്യസനത്തിൻ്റെ കാലമായി നമുക്ക് ഈ കാലത്തെ കണക്കാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, നന്മ ചെയ്യുന്നതും പരസ്പരം കരുതുന്നതും ദൈവിക നിയമത്തിൻ്റെ ആചരണമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നന്മ ചെയ്യുന്നത് ദൈവിക നിയമത്തിൻ്റെ ആചരണമാണ് എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരം അവസരങ്ങളെ നിഷേധിക്കുന്നത് ന്യായവിധി വരുത്തും എന്നുള്ളത് നാം ഓർക്കേണ്ടതും അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നിത്യത നിശ്ചയിക്കുന്നത് വർത്തമാനകാലത്തെ നമ്മുടെ പ്രവൃത്തികളാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുവൻ ശരീരത്തിലിരിക്കെ ചെയ്തത് നന്മയാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളത് തിരുവചനമാണ്. നിത്യത നിശ്ചയിക്കുന്നത് നമ്മുടെ സ്വാഭാവിക പ്രതികരണങ്ങളാണ്. സ്വാഭാവിക സ്നേഹ പ്രതികരണങ്ങളാണ് നിത്യത നിശ്ചയിക്കുന്നത് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ ന്യായവിധിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ത്യന്യായവിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരെ ഇരുഭാഗത്തായി വേർതിരിച്ച് നിർത്തുമ്പോൾ സ്വാഭാവികതയിൽ നന്മ ചെയ്തവർക്ക് കർത്താവ് അംഗീകാരം നൽകുന്നതായി നാം മനസ്സിലാക്കുകയാണ്. ആരെയെങ്കിലും പ്രീണിപ്പിക്കാനോ ആരുടെയെങ്കിലും മുമ്പിൽ പ്രകടിപ്പിക്കുവാനോ ആയിട്ടല്ല, പിന്നെയോ സ്വാഭാവികമായ ആന്തരികമായ നന്മയിലാണ് അത്തരം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളത് നാം അറിയുക. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്നത് ദൈവിക നിയമത്തിൻ്റെ ആചരണമാണ്. അത് സ്വാഭാവികതയിൽ ചെയ്യുമ്പോഴാണ് അനുഗ്രഹമുണ്ടാവുന്നത് എന്ന് തിരുവചനം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിലിരുന്ന അബ്രഹാം തൻ്റെ മുമ്പിലേക്ക് വന്ന 3 അപരിചിതരെ സ്വീകരിക്കുന്നതും അവർക്ക് ആതിഥ്യമരുളുന്നതും നാം വായിക്കുന്നുണ്ട്. അതാണ് വാഗ്ദത്ത സന്തതിയുടെ ജനനത്തെക്കുറിച്ച് അബ്രഹാമിന് ലഭിച്ച ഏറ്റവും അനുഗ്രഹീതമായ വാഗ്ദത്തത്തിൻ്റെ സന്ദർഭമായി മാറിയത് എന്നും നാം വായിക്കുന്നു. പ്രിയരെ, അതുകൊണ്ട് തന്നെ ദൈവിക നിയമത്തിൻ്റെ ആചരണമായി പരസ്പരം കരുതുന്നത്, താങ്ങുന്നത് അനുഗ്രഹമാണ്. അത് നമുക്ക് ദൈവിക സ്വീകരണം ലഭിക്കുന്നതിന് മുഖാന്തരമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന പക്ഷം, സ്വാഭാവികതയിൽ നന്മയുടെ പ്രതികരണങ്ങൾ ഉണ്ടാകാത്ത പക്ഷം അത് നമുക്ക് ന്യായവിധിയുടെ സന്ദർഭമായി മാറാം എന്നുള്ളതും ഈ നോമ്പുകാലത്ത് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മൂന്നാമതായി, നന്മയാൽ തിന്മയെ ജയിക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യമാണ് വിശ്വാസത്തിൻ്റെ പ്രതികരണം എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4 ആളുകൾക്ക്
പക്ഷപാതക്കാരനെ കുറിച്ച് കരുതലുണ്ടായി, താല്പര്യമുണ്ടായി. എന്നാൽ അവർ ഒരുമിച്ച് പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ടുവരുമ്പോൾ ഒരു ജനസമൂഹം മുമ്പിൽ ഉള്ളതിനാൽ യേശുവിൻ്റെ അടുത്തേക്ക് ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നതിന് അവർക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർക്ക് കഴിയുമായിരുന്ന ഒന്ന്, പൊളിച്ചു തുറക്കാവുന്ന മേൽപ്പുരയുള്ള ഭവനത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അവർ അത് പൊളിച്ചു തുറക്കുകയും അതിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പക്ഷപാത രോഗിയെ ഇറക്കി വെക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരന് സൗഖ്യം നൽകുകയാണ്. അവരുടെ വിശ്വാസം പൂർണ്ണതയിലെത്തുന്നത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ മുമ്പിലാണ്. പ്രിയരെ, നന്മയാൽ തിന്മയെ ജയിക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യം നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. നാം വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്, ഇരുട്ട് നമ്മളിലില്ല. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ വക്താക്കളായി ഇരുട്ടിൻ്റെ ശക്തികളെ കീറിമുറിക്കുന്നതിനുള്ള ദൈവിക വരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും പ്രതിബന്ധങ്ങളെ ദൈവകൃപയിൽ അതിജീവിക്കുന്നതിന് പ്രതിബദ്ധതയുള്ളവരായി, നിശ്ചയദാർഢ്യമുള്ളവരായി മുന്നേറുകയും ചെയ്യുമ്പോഴാണ് ദൈവതിരുനാമം മഹത്വപ്പെടുന്നത്. നാം ഒരു സൗഖ്യദായക സമൂഹമായി തീരുന്നതിന് ഈ മനോഭാവങ്ങൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം തന്നിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളും പദവികളും ദൈവനാമ മഹത്വത്തിനായി നന്മ ചെയ്യുന്നത് ദൈവിക നിയമത്തിൻ്റെ ആചരണമാണ് എന്നോർത്തുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടാകുമെന്നും അത് ദൈവം അംഗീകരിക്കുന്ന മനോഭാവമാണ് എന്നും ഓർത്തുകൊണ്ട് ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പണ്ടൊരിക്കൽ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ. ഒരു സഹോദരനെ ചുമലിലേറ്റി നടക്കുന്ന മറ്റൊരു സഹോദരൻ, നടക്കാൻ കഴിയാത്ത സഹോദരനെ ചുമലിലേറ്റി നടക്കുന്ന സഹോദരനോട് വേറൊരാൾ ചോദിക്കുകയാണ്, നിനക്കെന്തൊരു ഭാരമാണിത്? അപ്പോൾ അയാൾ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എ ബർഡൻ, ദിസ് ഈസ് മൈ ബ്രദർ. ഇതെനിക്കൊരു ഭാരമല്ല, ഇതെൻ്റെ സഹോദരനാണ്. സഹോദരനെ ചുമക്കുന്നത് ഭാരമല്ല, അത് ഒരനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പരസ്പരം താങ്ങുന്നതിനുള്ള ദൈവവിളിയെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുക. കേവല രക്തബന്ധത്തിനപ്പുറത്ത് സാഹോദര്യത്തിൻ്റെ വിശാല സീമകളെ നമുക്ക് കാണിച്ചു തന്ന ദൈവം ഇന്നും നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഭൂഖണ്ഡങ്ങൾ കടന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് സഹോദര സ്നേഹത്തിൻ്റെ വലിയ ആവിഷ്കാരങ്ങൾ നടത്തിയ മിഷണറി വീരന്മാർ തങ്ങളുടെ സ്വാർത്ഥ സുഖങ്ങളെ വിട്ടുകളഞ്ഞ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നും അധ്വാനിച്ച നിരവധി ആളുകൾ, അവരെല്ലാവരും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക നിയമത്തിൻ്റെ ആചരണമാണ്. പ്രിയരെ, ദൈവിക നിയമത്തിൻ്റെ ആചരണമായി പരസ്പരം കരുതുന്നതിന്, താങ്ങുന്നതിനുള്ള വിളി സ്വീകരിച്ച് നമുക്ക് മുന്നേറാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.